ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ വിയ്യൂർ ഭാഗത്താണുള്ളത്. ദേവമാത സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ ഒരുപാട് സൗണ്ട് കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജോസേട്ടൻ്റെ ഒരു പറമ്പിലാണ്. ജോസേട്ടാ നമസ്കാരം. നമസ്കാരം. ജോസേട്ടൻ ഒരു കർഷകനും കൂടിയാണ്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? ഇവിടെ മെയിനായിട്ട് തെങ്ങ്, കവുങ്ങ്, ജാതി, പിന്നെ വാഴ, ഇങ്ങനെയൊക്കെയുള്ള സാധനം. ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? എത്ര നാളായി തുടങ്ങിയിട്ട് കൃഷി? കൃഷി പൊതുവെ ഞാൻ പാരമ്പര്യമായിട്ട് കൃഷിക്കാരനാണ്. പക്ഷെ ഞാൻ കൃഷിയല്ല ചെയ്തിരുന്നത്, ഞാൻ ജോലിക്കാരനാണ്. ഓക്കെ, എന്ത് ജോലിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ മെയിനായിട്ട് ഗൾഫിലായിരുന്നു. ഇലക്ട്രോണിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ കമ്പ്യൂട്ടറാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. പ്രവാസിയായിരുന്നു അല്ലേ? അവിടെ ടെലികോമിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഡ്രയർ എടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യത്തിന് വേണ്ടി? ഡ്രയർ എടുത്തത് മെയിനായിട്ട് കൊപ്ര ഉണക്കാനാണ്. കൊപ്ര ഉണക്കാൻ എനിക്കൊരു മാസം കേട്ടോ ഞാൻ പറയുന്നത്, ഒരു 200-250 തേങ്ങ കിട്ടും. ഓക്കെ. അപ്പോൾ അത് ഉണക്കാനായിട്ട് ഈ സമ്മർ ഡേയ്സ് അല്ലാത്തപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. അതെ, ഇപ്പൊ മഴക്കാലമായ കാരണം നമുക്ക് ഉണക്കാന്ന് പറഞ്ഞാൽ വേറെ. അപ്പൊ അങ്ങനെയാണ് ഈ ഡ്രയർ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ ജാതി ഉണക്കാനും, പിന്നെ മുളക്, ഇങ്ങനെ പഴം ഉണക്കും ഞങ്ങള്. ഡ്രൈ ഫ്രൂട്ട്സ് ആക്കും. അത് വിൽക്കാനല്ല, ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം കൺസ്യൂമിങ്ങിനാണ്. കൊപ്ര മാത്രമേ വിൽക്കാറുള്ളൂ. കൊപ്രയും ജാതി. അപ്പൊ നമുക്ക് ഈ ഡ്രയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് അല്ലേ? അതെ. ഇതിലിപ്പോ എന്തെങ്കിലും ഉണക്കുന്നുണ്ടോ? ഇതിലിപ്പോ കൊപ്ര ഉണക്കുന്നില്ല. നമുക്ക് നോക്കാം. അതിലിപ്പോ ചിരട്ട ഉള്ളതുകൊണ്ട് ഇത് ചിരട്ട ഇല്ലാത്തതാണ്. ചിരട്ട ഇല്ലാണ്ട് ഉണക്കി. ചിരട്ട കളഞ്ഞത് അല്ലേ? ചിരട്ട കളഞ്ഞിട്ടുള്ളതാണ്. മറ്റേ അടിയിലുള്ളത് ചിരട്ട ഉള്ളതാണ്. ചിരട്ട കുത്താനുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡ്രയറിൽ ഉണക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കൊപ്ര കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല കളറിൽ അതേ കളറിൽ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പൊ ഇതിൽ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേതാവുമ്പോ ഫംഗസ് പിടിക്കും. അതെ, കാരണം നമ്മൾ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. ഇതാവുമ്പോ കോൺസ്റ്റന്റ് ചൂടാണ്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി കിട്ടുന്നത്. അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് ഇത് വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോ അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനം ഡിമാൻഡ് ഉണ്ടാവും. അതെ. നമ്മളിപ്പോ എന്താ പറയാ, നാളികേരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കേടുവരും. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ മഴ സമയത്തൊക്കെ നാളികേരം ഉണങ്ങി കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചേട്ടന് ഡ്രയർ ഉള്ള കാരണം ഈസിയായിട്ട് ഉണക്കാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പൊ ഈ നാളികേരം അല്ലാണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ്? ആവശ്യത്തിന് മഞ്ഞള്, മല്ലി, മുളക്, ഇതൊക്കെ ഞങ്ങൾ പൊടിക്കാൻ വേണ്ടി ഞങ്ങള് തന്നെ ഉണക്കും. ഉണങ്ങുന്നുണ്ട്. പിന്നെ പഴം ഉണക്കും ഞങ്ങള്. ചെറുപഴം ഉണ്ട് കുറച്ച്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പോലെ ഉണ്ടാക്കി ഞങ്ങൾ ആ സ്വന്തം ആവശ്യത്തിനാണ്. ഇതൊന്നും കമേഴ്സ്യൽ കൊപ്രയും പിന്നെ ജാതിയും മാത്രമാണ്. ബാക്കിയെല്ലാം വീട്ടിലേക്കുള്ള. ഈ ചെറുപഴം ഉണക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക. അപ്പൊ ചേട്ടൻ ഇവിടെ കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോ എന്താ പറയാ, കൊപ്രയും അതുപോലെ തന്നെ ജാതിപത്രിയാണ് കൊമേഴ്ഷ്യലായിട്ട് ഉണക്കി വെക്കുന്നത്. ബാക്കി എല്ലാം വീട്ടാവശ്യത്തിനാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു 5 തട്ടിന്റെ മെഷീനാണ്. അപ്പൊ ചേട്ടന് ഇതിന്റെ ചെറുതും വലുതായിട്ടുള്ള മെഷീൻസ് ഒക്കെ കണ്ടിരുന്നു ഞാൻ. പക്ഷെ എന്റെ യൂസേജിന് ഇതാണ് നല്ലതെന്നുള്ള നിലയ്ക്കാണ് ഇത് മേടിച്ചത് അല്ലേ? ഓക്കെ. കാരണം എനിക്ക് ഒരു മാസം ഒരു 200-250 തേങ്ങ കിട്ടും. അപ്പൊ അത് ഉണക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായാല് വളരെ സമയം എടുക്കും. അതെ. വലുതായാല് അത് കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് വാങ്ങിച്ചത് ഇതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പനി ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് നൽകുന്നതാണ്. നമ്മളൊരു 3 തട്ട് തൊട്ട് 3, 5, 7, 10, 14, 20 അങ്ങനെ എത്ര തട്ട് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി നൽകും. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാളികേരം, ജാതിപത്രി അങ്ങനെ എല്ലാ സാധനവും നമ്മുടെ ഈ ഡ്രയറിൽ ഉണക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്തെങ്കിലും കാര്യം ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ചേട്ടാ, 2 വർഷം എത്ര നാളായി നമ്മൾ 2 വർഷത്തിൽ കൂടുതലായി നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ടേ? ഇതുവരെ കംപ്ലൈന്റ് ഇല്ല. സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ മെഷീന്റെ ഭാഗത്ത്? ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്കും എന്താ പറയാ, വീട്ടിലെ ആവശ്യങ്ങൾക്കോ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കോ നമ്മുടെ ഡ്രയറുകളെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.